Hello everyone, welcome back to Silent Learning. It's me, Jamshad. You can call me JD. ശരിയാണ്, ഇനി മുതൽ USS ഒരു വള്ളിയാവില്ല, നിങ്ങൾക്കൊരു പ്രശ്നമാവാൻ പോകുന്നില്ല. ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമേ നമ്മുടെ USS എക്സാമിന് ഉള്ളുവെങ്കിലും, നമ്മുടെ ആ ഒരു CM കിഡ് സ്കോളർഷിപ്പ് UP എക്സാമിനേഷന് ഉള്ളുവെങ്കിലും, നമ്മൾ അടിപൊളിയായിട്ട് അത് സെറ്റാക്കാനുള്ള എല്ലാവിധ കാര്യങ്ങളും നമുക്ക് കിട്ടാനുള്ള ആക്സസിബിൾ ആയിട്ടുള്ള ഒരു സംഭവമുണ്ട്. എപ്പോഴും നമ്മൾ പറയുന്ന ഒരു കാര്യമാണ് ധ്രുവ ബാച്ചിനെ പറ്റിയിട്ട്. പക്ഷേ എങ്ങനെ ഇത് ആക്സസ് ചെയ്യും, ഇതുകൊണ്ട് എന്താണ് മെച്ചം എന്നൊന്നും പല ആൾക്കാർക്കും അറിയില്ല. അതിനു വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. അത് മാത്രമല്ല, അതിനെ കൂടാതെ കൂടുതൽ എഫക്റ്റീവ് ആയിട്ടുള്ള പല വഴികളും നമ്മൾ നിങ്ങൾക്ക് ചെയ്തു തരുന്നുണ്ട്. അതൊക്കെ ഇത് ഈ വീഡിയോയിൽ പറയും. സോ ഇതുപോലത്തെ ധാരാളം വീഡിയോസിന് വേണ്ടിയിട്ടും ഇൻഫർമേഷൻസ് വേണ്ടിയിട്ടും അപ്ഡേറ്റ്സിന് വേണ്ടിയിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോരുത്. ഇത് ഉപകാരപ്പെടുവാണ് എന്ന് നിങ്ങൾ തോന്നുകയാണെങ്കിൽ ജസ്റ്റ് ലൈക്ക് ചെയ്യാൻ മറന്നു പോരുത്. ഏതായാലും USS ഇനി ഒരു വള്ളിയല്ല. കാരണം നിങ്ങൾക്ക് ഇതാ ധ്രുവ ബാച്ച് ഫ്രീ ബാച്ച് ഉണ്ട്. ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾക്ക് ഏത് പഠിക്കണം, നിങ്ങൾക്കൊരു മെറ്റീരിയൽ, ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഒതന്റിക് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ഇല്ലാത്ത വിഷയമുണ്ടെങ്കിൽ കൂടി നിങ്ങൾക്കത് പരിഹരിക്കാനുള്ള ഒരു ബെസ്റ്റ് വേ എന്ന് പറയുന്നത്, നിങ്ങളിപ്പോൾ ഇനി മുതലുള്ള ലൈവ് ക്ലാസ്സുകൾ കാണണം എന്നൊന്നും അല്ല ഞാൻ പറയുന്നത്. അത് മാത്രം കണ്ടത് കൊണ്ട് കാര്യമുണ്ടായിക്കൊള്ളണം എന്നില്ല. പക്ഷേ ഇത് കണ്ടിന്യൂസ് ആയിട്ട് കണ്ടുകൊണ്ട് വരുന്ന ആൾക്കാർക്ക് അതൊന്ന് ഉപകാരപ്പെടും. അത് മാത്രമല്ല, ഇനിയുള്ള പോർഷൻസ് എങ്കിലും കവർ ചെയ്യുക എന്നുള്ള ആ ഒരു മെന്റാലിറ്റി ആണെങ്കിൽ നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സുകളും കാണാം. ഏതായാലും ഫ്രീ ബാച്ച് ധ്രുവ ബാച്ച് ഓൾറെഡി 2026 USSന് വേണ്ടിയിട്ട് അതിലേക്ക് എന്തൊക്കെയാണ് നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നത്, എന്തൊക്കെയാണ് ബാച്ചിലുള്ളത്, എങ്ങനെ ചെയ്യാൻ പറ്റും എന്ന് ചോദിക്കുകയാണെങ്കിൽ അതിന് ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. നിങ്ങളുടെ കയ്യിൽ ഫോണോ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ടാബോ കമ്പ്യൂട്ടറോ അല്ലെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ TV ഒക്കെ ആണെങ്കിൽ കൂടി ഇത് ചെയ്യാൻ പറ്റും. സപ്പോസ് നിങ്ങളൊരു മൊബൈലാണെങ്കിൽ ഈസി ആയിട്ട് നിങ്ങൾ എന്താക്കുക, ഇതൊന്ന് ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുക്കാം. നമ്മളിവിടെ ജസ്റ്റ് ഇതൊന്ന് സ്ക്രീൻഷോട്ട് എടുക്കുകയാണ്. ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുത്തു. എന്നിട്ട് നിങ്ങളുടെ മൊബൈൽ ഈ പറഞ്ഞിട്ടുള്ള ഗൂഗിൾ എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഗൂഗിൾ ലെൻസ്. ഓക്കെ, ഗൂഗിൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇവിടെ നിങ്ങൾക്കൊരു ഗൂഗിളിൻ്റെ ലെൻസ് കാണാൻ പറ്റും. അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ നേരത്തെ എടുത്തു വെച്ച ആ ഒരു സ്ക്രീൻഷോട്ട് നമുക്ക് ഇവിടെ വ്യക്തമാകും. അത് ജസ്റ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോഴേക്കും അത് സ്കാൻ ചെയ്ത് ഇവിടെ ഒരു ലിങ്ക് വരും. ഓക്കെ, http:/XLM. ഓക്കെ, ഇനി ഇത് നിങ്ങൾക്ക് TV-യിലൊക്കെ ആണെങ്കിൽ ഇങ്ങനെ സ്കാൻ ചെയ്യുക പരിപാടി റിസ്ക് ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സൈറ്റ് ഡയറക്റ്റ് അങ്ങോട്ട് അടിച്ചു കൊടുത്താൽ മതി. നേരെ വെബ്സൈറ്റ് എന്നുള്ള ഓപ്ഷനിലേക്ക് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നേരെ നമ്മൾ പോകുന്നത് സൈലത്തിൻ്റെ വെബ്സൈറ്റിലായിരിക്കും. അതുപോലെ തന്നെ സൈലത്തിൻ്റെ നമ്മുടെ ബാച്ചിലേക്കായിരിക്കും. ഇവിടെ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് കാണാൻ പറ്റും. ഇവിടെ ജസ്റ്റ് അലൗ ചെയ്ത് കൊടുക്കുക. പ്ലസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ മൊബൈൽ നമ്പർ അടിച്ചു കൊടുക്കാം. ഓക്കെ, നിങ്ങളുടെ ആ ഒരു മൊബൈൽ നമ്പർ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിലേക്ക് OTP വരും. ഞാൻ തൽക്കാലം എൻ്റെ നമ്പർ ഇവിടെ അടിച്ചു കൊടുക്കുന്നുണ്ട്, നോക്കാം. ഓക്കെ, അങ്ങനെ കണ്ടിന്യൂ കൊടുക്കുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു നമ്പറിലേക്ക് OTP വരുന്നതായിരിക്കും. ഓക്കെ, OTP ഓൾറെഡി നമ്മൾ ഇതിലേക്ക് വന്നു. ഓക്കെ, ആ OTP അടിക്കുമ്പോഴേക്കും നിങ്ങൾക്ക് OTP വെരിഫിക്കേഷനും അതുപോലെ തന്നെ ജസ്റ്റ് ഇതൊക്കെ ഒന്ന് അലൗ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഓൾറെഡി എൻ്റെ ബാച്ചിൽ ഈ ഒരു ഫ്രീ ബാച്ച് ഇവിടെ കാണുന്നുണ്ട്. ചിലപ്പോൾ എൻറോൾ ചെയ്യാത്ത ആൾക്കാരാണ്, ആദ്യമായിട്ട് എടുക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇതിലെന്താക്കുക, ബാച്ചസ് സെലക്ട് ചെയ്യുന്ന സമയത്ത് ഇവിടെ സെർച്ച് എന്നുള്ള ഓപ്ഷൻ ആയിരിക്കും ഉണ്ടായിരിക്കുക. ആ സെർച്ചിൽ നിങ്ങൾ ജസ്റ്റ് നമ്മുടെ ധ്രുവ ബാച്ചിനെ സെർച്ച് ചെയ്യുക. ഓക്കെ, DHR അടിക്കുമ്പോഴേക്കും ഈ ഒരു ബാച്ച് വന്നു. ഇത് ദ്രോണ വേറെ ബാച്ചാണ്. നമ്മുടെ സൈലത്തിലുള്ള കംപ്ലീറ്റ് ബാച്ചുകൾ നിങ്ങൾക്ക് സെർച്ച് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ ഇത് കാണുമ്പോഴേക്കും നിങ്ങൾക്ക് മനസ്സിലാകും ഫ്രീ ബാച്ച് എന്നുള്ളൊരു ഓപ്ഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്. യെസ്, അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും നമ്മുടെ ബാച്ച് ഇതാ ഓപ്പൺ ആയിരിക്കുകയാണ്. അപ്പോൾ ബാച്ചിനെ പറ്റിയുള്ള ഡിസ്ക്രിപ്ഷൻ ഉണ്ട്. ഓൾ ക്ലാസ്സസ് എന്ന് പറയുന്ന ഒരു സെഗ്മെൻ്റ് ഉണ്ട്. ഓക്കെ, ഈ ഒരു സെഗ്മെൻ്റാണ് നിങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്പെടാൻ പോകുന്നത്. സോഷ്യൽ സയൻസ് ആവട്ടെ, ജനറൽ നോളജ് ആവട്ടെ, അങ്ങനെ തുടങ്ങിയിട്ട് കംപ്ലീറ്റ് സെഷൻസും ഇവിടെ ഉണ്ട്. പ്ലസ് ഫോർ എക്സാമ്പിൾ ഇംഗ്ലീഷ് എടുക്കുകയാണെങ്കിൽ ഇംഗ്ലീഷ് നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്തും ഇതുവരെ എടുത്ത കംപ്ലീറ്റ് ലൈവ് ക്ലാസ്സുകളുടെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഓരോ സെഗ്മെന്റിലും അതാ പ്രിപ്പോസിഷൻ, പോയറ്റിക് ഡിവൈസ്, ഫ്രേസൽ വെർബ്സ് ആൻഡ് സ്പെല്ലിംഗ് കറക്ഷൻ, ക്വസ്റ്റ്യൻ ടാഗ് ആൻഡ് ഡിഗ്രീസ്, അങ്ങനെ തുടങ്ങിയിട്ട് കുറേ സെഗ്മെന്റ് ഉണ്ട്. ഇനിയും സെഗ്മെന്റുകൾ വരാനുണ്ട്. ലൈവ് ക്ലാസ്സുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് ഓൾറെഡി കഴിഞ്ഞു പോയ ലൈവ് ക്ലാസ്സുകളെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ആണ്. പ്ലസ് ഇനി അതുപോലെ എല്ലാ സബ്ജക്റ്റിനും ഉണ്ട്, എല്ലാ സബ്ജക്റ്റിനും എല്ലാ ടോപ്പിക്കിനും ഉണ്ട്. പ്ലസ് നിങ്ങൾക്ക് പേൾ വീഡിയോ ഉണ്ട്. ഓക്കെ, ഇംഗ്ലീഷിൻ്റെ പേൾ വീഡിയോ, മാത്സിൻ്റെ പേൾ വീഡിയോ, സോഷ്യൽ സയൻസിൻ്റെത്, GK, ബേസിക് സയൻസ്, മലയാളം തുടങ്ങിയിട്ട് എല്ലാ ടോപ്പിക്കിൻ്റെയും നമ്മുടെ USS എക്സാമിന് വേണ്ടിയിട്ടുള്ള എല്ലാ ടോപ്പിക്സിൻ്റെയും ആ ഒരു പേൾ വീഡിയോ ആക്ച്വലി ഓൾറെഡി റെക്കോർഡഡ് കോണ്ടൻസ് അവിടെ ഉണ്ട്. മറ്റുള്ളത് ഓൾ ക്ലാസ്സസ് എന്ന് പറയുന്നത് ഓൾറെഡി നമ്മൾ ഈ ഒരു ബാച്ചിൽ 2026 ആകുന്ന സമയത്ത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള ലൈവ് ക്ലാസ്സുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സോ അതിൻ്റെ പേൾ വീഡിയോയും റെക്കോർഡഡ് ക്ലാസ്സും ഒക്കെ ഇവിടെ ഉണ്ടായിരിക്കും. സോ ഇത് നിങ്ങൾക്ക്
ഫോർ എക്സാമ്പിൾ ഇംഗ്ലീഷ് എടുക്കുകയാണെങ്കിൽ പ്രിപ്പോസിയൻ ആൻഡ് പോയറ്റിക് ഡിവൈസസ് എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് നാച്ചു സാറിൻ്റെ ഒരു ക്ലാസ് ഇവിടെ കാണാൻ പറ്റും. അതിൻ്റെ നോട്ട്സിൽ ചെക്ക് ചെയ്യുന്ന സമയത്ത് സാർ എടുത്തിട്ടുള്ള ആ ഒരു ക്ലാസ്സിൻ്റെ PDF ഫയൽ നിങ്ങൾ കംപ്ലീറ്റ് ക്ലാസ് കാണണമെന്ന് പറയുന്നില്ല, ക്ലാസ് കണ്ടു കഴിഞ്ഞാൽ അത്രയും എഫക്റ്റീവ് ആയിരിക്കും. പ്ലസ് അതിൻ്റെ കൂടെ നിങ്ങൾക്ക് സമയമില്ല എങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു നോട്ട്സിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ആ ഒരു PDF ഫയൽ ഇങ്ങനെ ലോഡ് ആവുന്നതായിരിക്കും. സോ സാർ എടുത്തു കഴിഞ്ഞതാ നാച്ചു സാറുടെ ആ ഒരു ക്ലാസ് ഇവിടെ നിങ്ങൾക്ക് കിട്ടും. ജസ്റ്റ് ഇങ്ങനെ അടിച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്താക്കാൻ പറ്റും, ആ നോട്ട്സിൽ എന്തൊക്കെയാണ് ചെയ്തത്, എവിടെയാണ് കോമൺ പ്രിപ്പോസിഷൻ ഉണ്ടോ, ഇങ്ങനെ വെച്ച് അത്യാവശ്യം അറിയുന്ന ഒരു കുട്ടിയാണെങ്കിൽ ഇത് വെച്ചിട്ട് പഠിക്കാൻ കഴിയുന്നൊരു സിറ്റുവേഷൻ ഉണ്ട്. സോ അതുപോലെ തന്നെ ലൈവ് ക്ലാസ്സുകളും ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ലൈവ് ക്ലാസ്സുകൾ ഇവിടെ പ്ലേ ആവുന്നുണ്ട്. യെസ്, ലെറ്റ്സ് വെയിറ്റ് ഫോർ ഇറ്റ്. നെറ്റ്വർക്ക് ഗ്ലിച്ച് ആയതുകൊണ്ടാണോ ഏതായാലും വരുന്നില്ല, ഓപ്പൺ ആവുന്നില്ല. നമുക്ക് വേറൊരു ക്ലാസ് എടുത്ത് നോക്കാം. ഇത് സ്ക്രീൻ മിറർ ആയതുകൊണ്ട് ചിലപ്പോൾ വീഡിയോ വരാത്തതാണ്. നിങ്ങളൊന്ന് പരീക്ഷിച്ചിട്ട് നിങ്ങൾ എന്താക്കുക, കമൻറ്റ് ബോക്സിൽ അറിയിക്കുക നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത്. യെസ്, അതുപോലെ തന്നെ ഇത് ഇങ്ങനെ മാത്രമല്ല, നിങ്ങൾക്ക് നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്തുകൊണ്ടും നിങ്ങൾക്ക് നിങ്ങളുടെ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ആപ്പ് ഡൗൺലോഡ് ചെയ്തുകൊണ്ടും നിങ്ങൾക്ക് എന്താക്കാൻ പറ്റും, നിങ്ങൾക്ക് വേണ്ടിയിട്ട് ആ ഒരു ആപ്പ് ഡൗൺലോഡ് അതിൽ കൂടി നിങ്ങൾക്ക് എന്താക്കാൻ പറ്റും, സെർച്ച് ചെയ്തുകൊണ്ട് ആ ആപ്പിലൂടെ ഈ ഒരു ബാച്ചിനെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ ബാച്ചിൽ ഉണ്ടാവുന്ന ഈ ബാച്ചിൽ ഇതുപോലെ നിങ്ങൾക്ക് ആക്സസിബിൾ ആയിരിക്കും. ആ വീഡിയോ പ്ലേ ചെയ്യുന്നത്, ആ ക്ലാസ് പ്ലേ ചെയ്യുന്നത് കുറച്ചുകൂടി ഈസി ആയിട്ട് നിങ്ങൾക്ക് ആപ്പിലായിരിക്കും. വേണമെങ്കിൽ നമുക്ക് ഫോണിലൊന്ന് ട്രൈ ചെയ്ത് കാണിച്ചു തരാം. ആ ധ്രുവ ബാച്ചിലേക്ക് കയറുന്ന സമയത്ത് ഇനിയിപ്പോൾ ഫോണിൽ ലോഗിൻ ചെയ്യുകയാണെങ്കിൽ സെയിം നമ്പർ ആണല്ലോ, അതുകൊണ്ട് ചിലപ്പോൾ വീണ്ടും ഇത് അടിക്കേണ്ടി വരും. നമുക്ക് ലെറ്റ് മി ട്രൈ. യെസ്, ഇല്ല, അത് ഓട്ടോമാറ്റിക് സൈറ്റ് ആയതുകൊണ്ട് വന്നിട്ടുണ്ട്. യെസ്, ക്ലാസ് പ്ലേ ആയിട്ടുണ്ട്. ഇത് ആപ്പിലായതുകൊണ്ടാണ്. യെസ്, ക്ലാരിറ്റിയില്ലേ? ഓക്കെ, ഏതായാലും ഇങ്ങനെ നിങ്ങൾക്ക് ആപ്പിൽ കുറച്ചുകൂടി ഈസി ആയിട്ട് വീഡിയോ കിട്ടും. അല്ലാതെ സൈറ്റ് ഉപയോഗിച്ച്, അതായത് ചിലപ്പോൾ TV ഒക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ ചിലപ്പോൾ ആപ്പ് ഡൗൺലോഡിങ് ചിലപ്പോൾ കോംപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യാൻ പറ്റും. ലാപ്പിലാണെങ്കിലും ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത് ഓർമ്മിപ്പിച്ച് തന്നതാണ്. അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങൾക്ക് ഈ ഒരു ഫ്രീ ധ്രുവ ബാച്ചിനെ ആക്സസ് ചെയ്യുക എന്നുള്ളത് മനസ്സിലായല്ലോ. അപ്പോൾ ഈ QR കോഡ് ഇപ്പോൾ തന്നെ ഒന്ന് സ്കാൻ ചെയ്ത് വെച്ചോ എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. യെസ്, അല്ലെങ്കിൽ സ്കാൻ ചെയ്ത് വെച്ചിട്ടുള്ള നേരത്തെ ഒരു സൈറ്റ് ഉണ്ടല്ലോ, അതങ്ങനെ ടൈപ്പ് ചെയ്ത് കൊടുത്താലും മതി കേട്ടോ. ഇനി മറ്റൊരു ഐഡിയ, ഡെയിലി നിങ്ങൾക്ക് ഈ ഒരു വാട്സപ്പ് ചാനൽ, ഇതൊരു വാട്സപ്പ് ചാനലാണ്. ഇത് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് ഇതുപോലെ തന്നെ ആ ഒരു ഗൂഗിളിൻ്റെ ലെൻസ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ സ്കാൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഫോണിൽ വാട്സപ്പ് എന്ന് പറയുന്ന ആ ഒരു ആപ്പ്, ഓൾറെഡി നിങ്ങൾക്കറിയാം വാട്സപ്പ് എന്ന് പറയുന്ന ആപ്പ് വാട്സപ്പ് ഉണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്ക് വാട്സപ്പ് ചാനൽ എന്ന് പറയുന്ന ഒരു സെഗ്മെന്റിൽ ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻസ് ഡെയിലി നിങ്ങൾക്ക് എന്താക്കാൻ പോവുകയാണ്. ഡെയിലി ഓരോ ക്വസ്റ്റ്യൻസ്, MCQ ക്വസ്റ്റ്യൻ, ഒരു ചോദ്യം, നമ്മുടെ USS എക്സാമിന് ഉണ്ടാകുന്നത് പോലെ ഒരു ചോദ്യം, അതുപോലെ തന്നെ 4 ഓപ്ഷൻസ് നിങ്ങൾക്ക് എന്നിട്ട് ജസ്റ്റ് നിങ്ങൾക്കൊരു പ്രാക്ടീസ് ചെയ്ത് നോക്കാൻ ഡെയിലി ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അത് ഭയങ്കര രസമാണ്. എത്രത്തോളം ആൾക്കാർ ഇത് ചെയ്യുന്നുണ്ട്, എത്രത്തോളം ആൾക്കാർ കറക്റ്റ് ആയിട്ടുണ്ട് എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നല്ലൊരു മോട്ടിവേഷൻ കൂടിയാണ്, എനിക്ക് ആൻസർ കിട്ടുന്നുണ്ടല്ലോ എന്നുള്ളൊരു മോട്ടിവേഷനും കൂടി നിങ്ങൾ അതിൽ ആൻസർ തൊടുന്നതിന് മുമ്പ് കറക്റ്റായിട്ട് ചിന്തിക്കുക ഏതാണ് ആൻസർ എന്നുള്ളത്. കറക്റ്റ് ആലോചിച്ചതിന് ശേഷം എന്താക്കുക, നിങ്ങൾ സെലക്ട് ചെയ്തതിന് ശേഷം വെറുതെ റാൻഡം ആയിട്ട് ചെയ്തു നോക്കാതെ എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ കറക്റ്റ് ആൻസർ ചെയ്യുന്ന സമയത്ത് അത് നല്ല രീതിയിൽ നിങ്ങൾക്ക് എഫക്റ്റീവ് ആയിരിക്കും. വരാനിരിക്കുന്ന USS എക്സാമിനൊക്കെ നല്ല രീതിയിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. കൂടാതെ കഴിഞ്ഞിട്ടില്ല, ഇനി ഒരൊറ്റൊരു ഓപ്ഷനും കൂടി ഉണ്ട്, 2 ഓപ്ഷനും കൂടി ഉണ്ട്. അതിൽ അടുത്തതെന്ന് പറയുന്നത്, നിങ്ങൾ 7ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളാണല്ലോ, നല്ല രീതിയിൽ ആനുവൽ എക്സാമിന്, ഈ വരാനിരിക്കുന്ന ആനുവൽ എക്സാം, USSന് ശേഷമുള്ള ആനുവൽ എക്സാമിന് നല്ല രീതിയിൽ മാർക്ക് വാങ്ങുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അതിനു വേണ്ടി പഠിക്കുന്ന സമയത്ത് അടിപൊളിയായിട്ട് നമുക്ക് എന്തും സെറ്റാക്കാൻ പറ്റും. നമ്മുടെ USS സെറ്റാക്കാൻ പറ്റും. മാത്സ്, ബേസിക് സയൻസ്, സോഷ്യൽ സയൻസ് പോലെയുള്ള സബ്ജക്റ്റുകളിൽ നമ്മളുടെ ടെക്സ്റ്റ് ബുക്കിൽ നിന്നാണ് USS എക്സാമിന് വേണ്ടിയിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അപ്പോൾ ആ ടെക്സ്റ്റ് ബുക്ക് നല്ല രീതിയിൽ പഠിക്കണം, നമ്മുടെ സിലബസ് നല്ല രീതിയിൽ പഠിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് എന്ത് സെറ്റാക്കാൻ പറ്റുള്ളൂ, USS സെറ്റാക്കാൻ പറ്റുള്ളൂ. അത് അതിൻ്റെ ഭാഗമാണ്. സോ അതുകൊണ്ട് നിങ്ങൾക്ക് പുതിയൊരു ബാച്ച് അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമ്മുടെ USSൻ്റെ, മീൻസ് ആക്ച്വലി അവെഞ്ചേഴ്സ് ബാച്ച്, എൻഡ് ഗെയിം ബാച്ച് ആണ്. എന്താണ് ഈ എൻഡ് ഗെയിം ബാച്ച് 2.0? ഓൾറെഡി എൻഡ് ഗെയിം ബാച്ച് 1.0 നമ്മൾ എന്താക്കിയിട്ടുണ്ട്, സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആനുവൽ എക്സാമിന് വേണ്ടിയിട്ട് 1ാമത്തെ ചാപ്റ്റർ മുതൽ അവസാനത്തെ ചാപ്റ്റർ വരെ നിങ്ങൾക്ക് റിവൈസ് ചെയ്തു തരാം.
ഓക്കെ, ആ നേരത്തെ പറഞ്ഞ ആ ഒരു ആപ്പിൻ്റെ ആ ഒരു ഫെസിലിറ്റി ഉണ്ടല്ലോ, അതേ സെറ്റപ്പിൽ തന്നെ നിങ്ങൾക്ക് അതിന് കൂടെ പോൾ ക്വസ്റ്റ്യൻ എക്സ്ട്രാ, നിങ്ങൾക്ക് ഇൻ ആപ്പ് കമ്മ്യൂണിറ്റി പറഞ്ഞിട്ട് എക്സ്ട്രാ കുറേ ഫീച്ചേഴ്സ് കൂടി ഉണ്ടായിരിക്കും ഈ ഒരു ബാച്ചിന് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ 15% ഓഫർ ഉണ്ട്, ലിമിറ്റഡ് ടൈം ഓഫറാണ്. ഈ ഒരു പ്രൈസ് നിങ്ങൾക്ക് ഒരിക്കലും ഡിസപ്പോയിൻറ്റ് ചെയ്യില്ല. കാരണം ഇത് നിങ്ങൾക്ക് പഠിക്കുന്ന സമയത്ത് USS എക്സാമിനും കൂടി വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് നമ്മുടെ ബാച്ച്. ആക്ച്വലി നിങ്ങൾ 7ാം ക്ലാസ്സിൻ്റെ സിലബസ് പഠിക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി നിങ്ങൾ എന്താവാൻ പോവുകയാണ്, USS എക്സാമിനും കൂടി പഠിക്കാൻ പോവുകയാണ്. സോ ഈ 3 ഫെസിലിറ്റി, ഒരു ഫെസിലിറ്റി കൂടി പറയാനുണ്ട്, ഒരു കാര്യം കൂടി പറയാനുണ്ട് നിങ്ങൾക്ക് ഇനിയുള്ള USSും മാനുവലും സെറ്റ് ആക്കാനുള്ള. സോ ഈ ഒരു ബാച്ചിൽ നിങ്ങൾ ജോയിൻ ചെയ്യാൻ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ഈ പറയുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുന്നത് 99940008. ഇതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഫ്രീ ധ്രുവ ബാച്ചിൻ്റെ ആ ഒരു സ്ക്രീൻഷോട്ട്, നമ്മുടെ വാട്സപ്പ് ചാനലിൻ്റെ സ്ക്രീൻഷോട്ട്, ഈ ഒരു നമ്പർ, എന്തൊക്കെയാണ് ഈ ബാച്ചിൽ ഉണ്ടാകുന്ന വെച്ചാൽ ലൈവ് ക്ലാസ്, റെക്കോർഡ് ക്ലാസ്, സ്ലൈഡ്, നോട്ട്സ്, അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഡിസ്കഷൻ ഉണ്ടായിരിക്കും, പോൾ അറ്റാക്ക് ഉണ്ടായിരിക്കും, ഇൻ ആപ്പ് കമ്മ്യൂണിറ്റി, സൈലം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു മോഡൽ എക്സാം, ആനുവൽ എക്സാം നടത്തും, എന്നിട്ട് അതിൻ്റെ ആൻസർ കീ ഡിസ്കഷൻ ഒക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ഒരു ബാച്ചിലേക്ക് നിങ്ങളെ ഞാൻ ഇൻവൈറ്റ് ചെയ്യുകയാണ്. ലിമിറ്റഡ് സീറ്റ് മാത്രമേ ഉള്ളൂ. ഈ ഒരു പ്രൈസ് ഇനി കുറച്ച് കഴിഞ്ഞാൽ കൂടാൻ സാധ്യതയുണ്ട്. കാരണം ഏർലി ബേർഡ് ഓഫർ 15%. ഓക്കെ, നിങ്ങൾ ആപ്പിലൂടെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു കൂപ്പൺ കോഡ് നിങ്ങൾ ഉപയോഗിക്കുക, XEG15 എന്നുള്ള കൂപ്പൺ കോഡ് ഉപയോഗിച്ചുകൊണ്ട് സെറ്റാക്കാം. നമ്പർ മറക്കണ്ട, 9994000800. അപ്പോൾ സെറ്റല്ലടാ. ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനൽ കാര്യം എന്ന് പറയുന്നത് ഇതാണ്, നമ്മുടെ യൂട്യൂബിലൂടെയും ഇതൊന്നും വേണ്ട. ഓക്കെ, ഇതൊന്നും വേണ്ട, ഇതൊന്നും ഇല്ലെങ്കിലും നിങ്ങൾക്ക് എന്താക്കാൻ പറ്റും, യൂട്യൂബിലൂടെയും കുറേ വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി സെറ്റാക്കുകയാണെങ്കിൽ നിങ്ങൾ മറ്റേ ടോപ്പ് ലെവലേക്ക് ആയി മാറുകയാണ്. ധ്രുവ ബാച്ചും അതുപോലെ തന്നെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയും നമ്മുടെ അവഞ്ചേഴ്സിൻ്റെ ബാച്ചും അതുപോലെ തന്നെ യൂട്യൂബും ഉണ്ടെങ്കിൽ നിങ്ങൾ പെർഫെക്റ്റ് ഓക്കെ ആണ്. അപ്പോൾ യൂട്യൂബിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോ ദിവസവും ബെല്ലൈക്കൺ എനേബിൾ ചെയ്തിട്ട് കഴിഞ്ഞാൽ ഓരോ ദിവസവും നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് കിട്ടും. ഇനിയുള്ള ദിവസങ്ങളിൽ കംപ്ലീറ്റ് എന്തായിരിക്കും, USSും അതുപോലെ തന്നെ നിങ്ങൾ 7ാം ക്ലാസ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഷോർട്സ് ആണെങ്കിലും ലോങ് വീഡിയോസ് ആണെങ്കിലും ഒക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ഇതിന് മുമ്പുള്ള വീഡിയോസ് നിങ്ങൾ കണ്ടു നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ മാത്രം നിങ്ങൾ എന്ത് ചെയ്താൽ മതി, സബ്സ്ക്രൈബ് ചെയ്യുക അല്ലെങ്കിൽ കാണുകയും ചെയ്താൽ മതി. എന്നിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഇതിൽ പറയുകയും ചെയ്യുക. മാത്രമല്ല നിങ്ങളുടെ USS എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന കുറേ വിദ്യാർത്ഥികൾ ഉണ്ടാവുമല്ലോ, അതുപോലെ തന്നെ 7ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾ, അവർക്കൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. ഈ ഒരു ഫെസിലിറ്റി ഇത്രയും 4 കാര്യങ്ങൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് സെറ്റാക്കാൻ പറ്റുന്ന, ഈസി എന്നില്ല, ഇച്ചിരി ഹാർഡ് വർക്ക് ഉണ്ട്. ഓക്കെ, നല്ല കുറച്ച് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് കിട്ടുള്ളൂ. പക്ഷേ ഹാർഡ് വർക്ക് ചെയ്യാൻ മനസ്സുണ്ട്, പക്ഷേ അതിന് വേണ്ട മെറ്റീരിയൽ, അതിന് വേണ്ടിയിട്ടുള്ള ഫെസിലിറ്റീസ് ഇല്ലാത്ത ആൾക്കാർക്ക് ഇത് അത്രയും ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ് ഈ വീഡിയോസോ. അതുകൊണ്ട് ഷെയർ ചെയ്യാനും ഈ വീഡിയോ പറ്റിയുള്ള അഭിപ്രായങ്ങൾ, ഇത് എത്രത്തോളം ഉപകാരമാണ്, ചിലപ്പോൾ ഇതൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ടായിരിക്കും, അത് അവർ ഓൾറെഡി അറിയുന്ന ആൾക്കാർക്ക് എന്താക്കുക, നിങ്ങൾ കമൻറ്റ് ബോക്സിൽ മറ്റുള്ളവർക്ക് അതൊരു പ്രചോദനമാവട്ടെ, മോട്ടിവേഷൻ ആവട്ടെ. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുകയും ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ മറ്റൊരു വീഡിയോസും വേണ്ടി നമുക്ക് വീണ്ടും കാണാം. അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറന്നു പോരുത്. ഇറ്റ്സ് മീ ജംഷാദ്, യു ക്യാൻ കോൾ മീ JD. താങ്ക് യു, ഹാപ്പി ലേണിംഗ്, all the best for your upcoming USS examination. Bye bye.